നമുക്കെല്ലാവർക്കും ഇന്ന് വലിയ വിവാദമായി ഇരിക്കേണ്ട ഒരു വിഷയമാണ് വിഴിഞ്ഞം തുറമുഖം. 30 വർഷം മുമ്പേ ഏലിയാസ് ജോൺ എന്ന വ്യക്തി അതിനുവേണ്ടി അധ്വാനിക്കുകയും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി അഹോരാത്രം യുദ്ധം ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് ഏലിയാസ് ജോൺ. ഇന്നും അദ്ദേഹം തിരുവനന്തപുരം ജനതയുടെ വളർച്ചയ്ക്കായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അത് വിഴിഞ്ഞം തുറമുഖത്തിനായി ഏറ്റവും കൂടുതൽ നമുക്ക് സംഭാവന ചെയ്ത മഹൽ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മോഡിജിയാണ്. മോഡിജിയുടെ അകം നിറഞ്ഞ ഒരു സംഭാവനയാണ് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം, പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നു, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുള്ള സുരേന്ദ്രജിയെ ഓർക്കുന്നു, മുരളിജിയെ ഓർക്കുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സാറും വളരെ ആത്മാർത്ഥമായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിജയത്തിനായി വളർച്ചയ്ക്കായി കഠിനാധ്വാനം ചെയ്യുന്നു. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നാം എന്താണ് നേടുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. നാച്ചുറൽ ഡെപ്തുള്ള ഒരേ ഒരു തുറമുഖം എന്ന് പറയുന്നത് ഇന്ന് വിഴിഞ്ഞം തുറമുഖമാണ്. ലോകത്തെ ഏറ്റവും നല്ല തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. നാച്ചുറൽ ഡെപ്ത് ആയതുകൊണ്ട് അനാവശ്യമായ ഒരു ചിലവും അതിന് വരുന്നില്ല. ഇവിടുത്തെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ട്രെയിനിലും കണ്ടെയ്നറിലെല്ലാം സാധനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. മദർ ഷിപ്പിൽ നിന്ന് വേറെ ഷിപ്പിൽ കയറ്റേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ഒരുപോലെ ആയി കഴിയുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓഫീസുകളെല്ലാം തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായും ഓടിയെത്തും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരികൾക്ക് ജർമ്മനിയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല. MSC പോലുള്ള വലിയ സമ്പന്നരായ കപ്പൽ ഓണേഴ്സ് ഇതിന് പണം മുടക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാതെ നാടിൻ്റെ വികസനമായി കണ്ടുകൊണ്ട് നാം അതിനുവേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കണം. അതിന് ഇടതെന്നോ വലുതെന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ചെറുപ്പക്കാരികളുടെ ദേശത്തിൻ്റെ ഉന്നതിക്കായി നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട അത്യന്താവശ്യമാണ്. അതിനുവേണ്ടി മറ്റുള്ളവർ കരുതേക്കുന്ന സ്വഭാവം നമ്മളെല്ലാം എടുത്ത് ദൂരെ എറിഞ്ഞ് ഒന്നിച്ചു നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിജയത്തിനായി ഉണർവിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നാം ഒന്നിച്ച് കൈകോർത്താൽ മാത്രമേ വിഴിഞ്ഞം തുറമുഖം മനോഹരമാവുള്ളൂ. വി.ഡി. സതീശനെന്നോ രാജീവ്ജിയെന്നോ അല്ലെങ്കിൽ വേറെ പിണറായി എന്നോ ഒന്നും രാഷ്ട്രീയ ഭിന്നത എല്ലാം മറന്ന് കേരള ജനത ഒന്നിക്കേണ്ട സമയമാണിപ്പം. 3.5 കോടി ജനങ്ങൾ ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ നാം ഒന്നിച്ച് നിന്നാൽ നമ്മുടെ മക്കൾ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോകണ്ട. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനമായി മാറുന്ന ദിനങ്ങൾ വളരെ സമീപമാണ്. ഇത്ര മനോഹരമായ, ഇത്ര അത്ഭുതമായ, ഇത്ര കണക്കില്ലാത്ത വരുമാനം ലഭിക്കാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തെ നിസ്സാരമായി ആരും കാണരുത്. അതിനെ അഴിമതിയുടെയും മറ്റുള്ള നിസ്സാര കാര്യങ്ങളും പറഞ്ഞ് അപലപിക്കാതെ എല്ലാവരും ചേർന്ന് കൈകോർത്ത് നിന്ന് അതിനെ വിഴിഞ്ഞം തുറമുഖത്തിലെ MSC വരുവാനും അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിക്കപ്പെടും. ഈ സൃഷ്ടിയിൽ നമുക്ക് കൈകോർക്കാം, ഒന്നിക്കാം. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം ഒട്ടും കലർന്നിട്ടില്ല. പ്രിയപ്പെട്ട എൻ്റെ കേരള ജനങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു അഭ്യർത്ഥന, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മതത്തെ മാറ്റി നിർത്തുക, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുക. നമ്മളെല്ലാം ഒന്നായി കൈകോർത്ത് ഒന്നിച്ച് നിൽക്കാം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ആരെല്ലാം നിൽക്കുന്നോ അവർക്ക് നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാം. അഴിമതിയുടെയും അനാവശ്യമായ കാര്യങ്ങളും പറഞ്ഞ് കരുതേച്ച് മറ്റുള്ള നിന്ദിക്കുന്ന അല്പലാഭത്തിന് വേണ്ടി ചെയ്യുന്ന നിഷ്ഠുര പ്രവൃത്തികളെ പൂർണ്ണമായി ഉന്മൂലനാശം തന്നെ നടത്തി നമുക്ക് ഒന്നിച്ച് എല്ലാവരുടെയും വളർച്ച, നമ്മുടെ മക്കളുടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്കായി നമുക്ക് ഒന്നിച്ച് ആ വിഴിഞ്ഞം തുറമുഖത്തെ മനോഹരമാക്കാം. സ്നേഹത്തോടെ വിനോദ് ടീച്ചർ.